ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറാണ് കേട്ടോ നമ്മളവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് -8 + 3? അപ്പോൾ -8 + 3 എന്ന് കാണുമ്പോൾ നമുക്കറിയാം നമ്മളിതിന് എന്താ ചെയ്യാറുള്ളത്. ആദ്യം നമ്മുടെ പോസിറ്റീവ് നമ്പർ വരുന്ന രീതിയിൽ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതും. അപ്പോൾ 3 ആണ് പ്ലസ് വരുന്നത്. 3 - 8. 3 - 8 എന്ന് പറയുമ്പോൾ എന്താണ്, ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പറിനെ നമ്മൾ മൈനസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ വലുതിൽ നിന്ന് ചേർത്ത് കുറക്കും. അപ്പോൾ 8ൽ നിന്നും 3 പോകുമ്പോൾ നമുക്ക് 5 കിട്ടും. ഇനി അവിടെ ഒരു നെഗറ്റീവ് സൈനും കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ -5 എന്ന് കിട്ടും അല്ലേ. സോ -8 + 3 = -5 ആണ്. ഇനി നമുക്കൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാണ്. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, 8 ഉണ്ട്. ഇതിൽ വലിയ നമ്പർ ഏതാണെന്ന് നമ്മൾ നോക്കാം. അപ്പോൾ ഇവിടെ വലിയ നമ്പർ എന്ന് പറയുമ്പോൾ 8 ആണ്. ഇതിൻ്റെ സൈൻ എന്താണോ അതായിരിക്കും എപ്പോഴും നമ്മുടെ ആൻസറിൽ ഉണ്ടാവുക കേട്ടോ. ഓക്കെ, മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതും കൂടെ ശ്രദ്ധിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ദ കോഡ് വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ഈസ് ഡാഷ്. എ റേഡിയസ്, ബി ദ ലോങ്ങസ്റ്റ് കോഡ്, സി ഡയമീറ്റർ, ഡി സർക്കംസർക്കിൾ. ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ഞാൻ. എ ആരമാണ്, ബി ഏറ്റവും നീളം കൂടിയ ഞാൻ, സി വ്യാസം, ഡി പരിവൃത്തം. ഇവിടെ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു സർക്കിൾ വരച്ചു. അതിലെന്താണ് പറയുന്നത്, അതിൻ്റെ കേന്ദ്രമുണ്ട്, സെൻറ്ററുണ്ട്. ഈ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഞാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോഡ്. അപ്പോൾ നമുക്കറിയാം ഇതൊക്കെ കോഡുകളാണ് അല്ലേ. ഈ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന കോഡ് എന്ന് പറയുമ്പോൾ അതെന്താണ്, സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഞാൻ എന്ന് പറയുമ്പോൾ അതെന്താണ് വരുന്നത്, നമ്മുടെ ഡയാമീറ്ററാണ്, അതായത് വ്യാസമാണ് അല്ലേ. അതേപോലെ അതാണ് ഓക്കെ. പക്ഷേ അടുത്തൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഈ ഡയാമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, ലോങ്ങസ്റ്റ് കോഡല്ലേ, ഏറ്റവും നീളം കൂടിയ ഞാനും കൂടിയാണ് അല്ലേ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ 2 ആൻസർ നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അത് നമ്മൾ കറക്റ്റാക്കി. അപ്പോൾ നമ്മുടെ ആൻസേഴ്സ് ഏതൊക്കെയാണ്, ലോങ്ങസ്റ്റ് കോഡുമാണ്, ഡയാമീറ്ററുമാണ്. സോ ബി ആൻഡ് സി ആർ കറക്റ്റ്. ബിയും സിയും ശരിയാണെന്നുള്ള ആൻസറാണ് കേട്ടോ നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി മൂന്നാമത്തേത്: റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിങ് ഡെസിമൽ ഫോംസ്. അതായത് ഡെസിമൽ ഫോംസ് എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഡെസിമൽ ഫോംസ് മീൻസ് ദശാംശ രൂപങ്ങൾ കേട്ടോ. The decimal form of 1/3 is a terminating decimal. Statement 2 പറയുന്നത് 1/3 is equal to 0.333333 etc. 1/3 എന്ന് പറയുന്നത് എന്താണ്, ഒരു അന്തിമമായ ദശാംശ രൂപമാണെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ നമ്മുടെ ദശാംശ രൂപങ്ങളിൽ നമ്മൾ 2 തരം ദശാംശങ്ങൾ പഠിച്ചു അല്ലേ, ഡെസിമൽസ് നമ്മൾ പഠിച്ചു. അപ്പോൾ 1/2 എന്ന് പറയുമ്പോൾ നമ്മളതിനെ 0.5 എന്ന് പറഞ്ഞിട്ട് അവിടെ എൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 1/3 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയൊരു നമ്പർ 0.333 ഇങ്ങനെ ഈ നമ്പറിനെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂറ്റി, അതായത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന നമ്പറാണിത്. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയാം, ഇംഗ്ലീഷിൽ നമുക്ക് റിക്കറിങ് ഡെസിമൽ അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് ഡെസിമൽ എന്നൊക്കെ പറയാം. റിക്കറിങ്. ഓക്കെ, ഇങ്ങനെ ഒറ്റ പ്രാവശ്യം, അതായത് അവിടെ എൻഡ് ചെയ്യുന്നതിനെ നമ്മൾക്ക് എന്ത് പറയാം, ടെർമിനേറ്റിംഗ് ഡെസിമൽ എന്ന് പറയാം. ഓക്കെ, അതായത് നമ്മളിങ്ങനെ 1/3 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിനെ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും, ആവർത്തന ദശാംശ രൂപം എന്ന് പറയാം. അതേപോലെ അങ്ങനെ പെട്ടെന്ന് തന്നെ നിർത്തുന്നതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതായത് ഒരേ ഒരു നമ്പറേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 1-2 നമ്പറേ ഉണ്ടാവുള്ളൂ, അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്ന നമ്പറല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡെസിമലിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, അന്തിമമായ ദശാംശം എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈ പറയുന്നതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 1/3 എന്ന് പറയുന്നത് എന്തല്ല, അതൊരു റിക്കറിങ് ഡെസിമലാണ് അല്ലേ. അതായത് ഇത് 1/3 എന്ന് പറയുമ്പോൾ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ ഇതൊരു അന്തിമമായ ദശാംശ രൂപമാണ് എന്ന് പറയുന്നത് എന്താണ്, തെറ്റാണ്. ഇതൊരു ആവർത്തന ദശാംശ രൂപമാണ്. ഓക്കെ, ഇനി 1/3 is equal to 0.333 അത് കറക്റ്റാണ് അല്ലേ. അപ്പോൾ ഇതിലെന്താ, 1 ശരിയാണ് എന്ന് പറയുന്നത് തെറ്റാണ്, 1 ശരിയല്ല, 1 തെറ്റാണ്, 2 ശരിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബി ഓപ്ഷനാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ:
A point divides a 9 centimeters long line in the ratio 2:3. Calculate the length of each part. ഇവിടെ നമ്മൾ ഒരു ലൈനിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വരയെ 9 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് തന്നിട്ടുള്ളത്. ടോട്ടൽ എത്രയാണ്? 9 സെൻറ്റിമീറ്റർ. ഈ 9 സെൻറ്റിമീറ്ററിനെ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് മുറിച്ചിട്ടുള്ളത്? റേഷ്യോ പറയുന്നുണ്ട്. ഇവിടെ 2 ആണ്, ഇത് 3 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 2 ആണെങ്കിൽ 2 എന്ന റേഷ്യോയിലാണ്, 3 എന്ന റേഷ്യോയിലാണ്, അംശബന്ധത്തിലാണെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ലെങ്ത്ത് എന്ന് പറയുന്നത് 2x ആയിരിക്കും, ഇവിടുത്തത് 3x ആയിരിക്കും. ഈ 2xും 3xും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 9 കിട്ടുന്നുണ്ട്. 9 സെൻറ്റിമീറ്റർ ആണല്ലോ ലോങ് ലൈൻ ഉള്ളത്. ഇപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിനെ 5x = 9 എന്ന് പറയാൻ പറ്റും. അപ്പോൾ x എന്ന് പറയുന്നത് എന്തായിരിക്കും? 9/5 ആണ്. ഓക്കെ, ഈ 9/5 എന്ന് പറയുമ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? 9/5 കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ലെങ്ത്ത് എത്ര കിട്ടും? ഈ 2x എന്ന് പറയുന്ന സ്ഥലത്തുള്ള ലെങ്ത്ത് 2x എന്ന് പറയുമ്പോൾ 2 × 9/5. അപ്പോൾ എത്ര വരും? 9 × 2 എന്ന് പറയുമ്പോൾ എന്താണ്? 18/5 എന്ന് വരും. ഈ 18/5 = എന്താണ്? അങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യാം? ചെറുതായിട്ട് ഇങ്ങനെ തന്നെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ 18/5നെ നമുക്കൊന്ന് ഡെസിമൽ എഴുതുകയാണെങ്കിൽ 3.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് 3x ആയിരുന്നു അല്ലേ? ഇതേപോലെ തന്നെ 3 × 9/5 ചെയ്യാം, 27/5 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5.4 സെൻറ്റിമീറ്റർ. ഓക്കെ, 5.4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ലെങ്ത്ത് അല്ലേ, ഇതിനെങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ലെങ്ത്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാൽക്കുലേറ്റ് ദ ലെങ്ത്ത് ഓഫ് ഈച്ച് പാർട്ട്. അപ്പോൾ ദ ഫസ്റ്റ് പാർട്ട് ഈസ് 2x, that means 3.6 സെൻറ്റിമീറ്റർ. സെക്കൻഡ് പാർട്ട് ഈസ് 5.4 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, ആദ്യ ഭാഗം 3.6 സെൻറ്റിമീറ്ററും രണ്ടാമത്തെ ഭാഗം 5.4 സെൻറ്റിമീറ്ററും ആണെന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ അതിൻ്റെ റേഷ്യോ അവിടെ തന്നിട്ടില്ല, അതുകൊണ്ട് അത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ കേട്ടോ. പക്ഷെ മലയാളം മീഡിയത്തിലാണെങ്കിൽ അതിന് പകരം ഞാൻ വേറൊരു ക്വസ്റ്റ്യനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാനവിടെ സ്കിപ്പ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഫൈൻഡ് ദ ഡെസിമൽ ഫോം ഓഫ് ദ നമ്പേഴ്സ്. അവിടെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതായത് ഫ്രാക്ഷണൽ ഫോം തന്നിട്ടുണ്ട്. അതിൻ്റെ ഡെസിമൽ ഫോം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അത് നമ്മൾ കുറേ ചെയ്തിട്ടുള്ളതാണ്. അതായത് ആദ്യം നമ്മളോട് പറയുന്നത് 1/5 ആണ് അല്ലേ? അപ്പോൾ ഈ 1/5 എന്ന നമ്പറിൻ്റെ പ്രത്യേകത എന്താ? അതിനെ നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഡിനോമിനേറ്ററിൽ, അതായത് ഛേദത്തിൽ 10ൻ്റെ പവർ വരുന്ന രീതിയിൽ നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ നമുക്കിവിടെ 0.2 എന്ന് കിട്ടും അല്ലേ? 1 × 2 എന്ന് പറയുമ്പോൾ 2 ആണ്, 5 × 2 എന്ന് പറയുമ്പോൾ 10 ആണ്. 2/10 എന്ന് കിട്ടും. 0.2 ആണ്. നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. 1/5² എന്ന് പറയുമ്പോൾ 5 × 5 ആയിരുന്നു അല്ലേ? അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? 4 കൊണ്ടാണ് ഇൻറ്റു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 4/100 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.04. ഇനി 1/5³ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 8 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ടുണ്ട്. സോ 8/1000 എന്നാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. 0.008 എന്ന് വരും. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യാം. 0.2, 0.04, 0.008. ഇതൊന്നും ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. പോയിൻറ്റുകളൊക്കെ നമ്മൾ ഒരേ ലൈനിൽ എഴുതണം. 842, അപ്പോൾ 0.248 എന്നാണ് നമുക്കിതിന് ആൻസർ കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, സം ഫ്രണ്ട്സ് went for a trip and decided to divide equally among them the 12,500 rupees they had spent. Each had to pay 2,500 rupees. അതായത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് ഫ്രണ്ട്സ്, അതിൻ്റെ മലയാളം എടുക്കാം. കുറച്ച് ഫ്രണ്ട്സ് ചേർന്നിട്ട് എന്ത് ചെയ്യാണ്? ഒരു ട്രിപ്പ് പോവുകയാണ്. അവർക്ക് ആകെ ചിലവായിട്ടുള്ളത് 12,500 റുപ്പീസാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു? അവർക്ക് എല്ലാവർക്കും കൂടെ ചിലവായിട്ടുള്ളതാട്ടോ. അവരതിന് ഈക്വലായിട്ട്
ഡിവൈഡ് ചെയ്തു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരും 2500 റുപ്പീസാണ് ഓരോരുത്തരും അവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ, അതായത് അതിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ എത്ര പേരുണ്ട് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മളിതിന് ആൻസർ ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മളതിനെന്ത് ചെയ്യുന്നു, നമ്പർ ഓഫ് ഫ്രണ്ട്സിനെ നമ്മൾക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, കൂട്ടുകാരുടെ എണ്ണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. നമ്പർ ഓഫ് ഫ്രണ്ട്സ് ഈക്വൽ ടു എക്സ്. കൂട്ടുകാരുടെ എണ്ണം എക്സ് ആയിട്ട് നമ്മൾ എടുത്തിട്ട് പിന്നെ എന്താ എമൗണ്ട് ദേ സ്പെൻഡ്. എമൗണ്ട് എത്ര സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? 12,500 സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അവർ ചിലവഴിച്ചത് എന്ന് പറഞ്ഞിട്ട് 12,500 കൊടുക്കാം. ഇനി ഒരാൾ പെയ്ഡ് ചെയ്തത് എത്രയാണ്? ഒരാളുടെ പെയ്ഡ് എന്ന് പറയുന്നത് 2,500 ഒരാൾ അവിടെ സ്പെൻഡ് ചെയ്തത്, അവർക്ക് കൊടുത്തത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ 12,500 എക്സ് കൊണ്ട് ഹരിക്കുന്നതാണ് 2,500 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 12,500 ബൈ 2,500 എന്ന് ചെയ്താൽ നമുക്കിവിടെ എക്സ് കിട്ടൂലേ അല്ലേ. 25 എന്ന് പറയുമ്പോൾ 5 25 125. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ഗ്രൂപ്പ് ഈസ് ഈക്വൽ ടു ഓർ നമ്പർ ഓഫ് ഫ്രണ്ട്സ് ഇൻ ഗ്രൂപ്പ് ഈസ് ഈക്വൽ ടു 5. ഓക്കെ, കൂട്ടുകാരുടെ എണ്ണം നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 5 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വെൻ എ 100 rupee നോട്ട് വാസ് ചേഞ്ച്ഡ് ടു 20 rupees ആൻഡ് 10 rupees നോട്ട്സ്, 7 notes were got, how many of each? അതായത് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 100 രൂപ ചില്ലറയാക്കിയതാണ്. അപ്പോൾ അതിൽ 20-ൻ്റെയും 10-ൻ്റെയും നോട്ടുകളാണ് കാണുന്നത്. ഓക്കെ, ആകെ 7 നോട്ടുകളുണ്ട്. അപ്പോൾ എത്രയാണ് ഓരോ നോട്ടും ഉള്ളത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടെ നമ്മൾ 100 rupee നോട്ടിനെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്? 20 റുപ്പിയും അതേപോലെ തന്നെ 10 റുപ്പിയും ആക്കിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമ്മൾക്ക് 7 നോട്ടാണുള്ളത്. ടോട്ടൽ എത്ര നോട്ടാണ്? 7 നോട്ടാണുള്ളത്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് കാണാൻ പറ്റും? ഇപ്പോൾ ഈ എക്സ് എന്ന് എന്തിനെടുക്കേണ്ടത്? നമ്മൾ 20 രൂപേൻ്റെ നോട്ട് എക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് 20x പ്ലസ് 10 രൂപേൻ്റെ നോട്ട് അപ്പോൾ എത്ര ഉണ്ടാവും? അതായത് ടോട്ടൽ 7 നോട്ടുകളുണ്ട്. 20-ൻ്റെ നോട്ടുകൾ ഞാൻ 7 ആണെന്ന് പറഞ്ഞു, എക്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് 7-ൽ നിന്നും എക്സ് മൈനസ് ചെയ്തതാവില്ലേ 10-ൻ്റെ നോട്ടുകൾ ഉണ്ടാവുന്നത് അല്ലേ. ഇസ് ഈക്വൽ ടു 100 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 20 എന്ന് പറയുന്ന നോട്ട്, 20-ൻ്റെ നോട്ടുകൾ എത്ര എണ്ണമാണോ അതിൽ നിന്നും 7 മൈനസ് ചെയ്തത്, അല്ലെങ്കിൽ 7-ൽ നിന്നും അത് മൈനസ് ചെയ്തതായിരിക്കും 10 rupees ഉണ്ടാവുക. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ക്ലിയർ ആക്കി എഴുതുമ്പോൾ 20x പ്ലസ് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കറിയാം ഈ ബ്രാക്കറ്റ് നമ്മൾ പൊളിക്കണം. 10 × 7 70 മൈനസ് 10 × x 10x സമം 100 എന്ന് കിട്ടും. ഓക്കെ, ഈ 20x മൈനസ് 10x, 20x മൈനസ് 10x എന്ന് പറയുമ്പോൾ 10x ആണല്ലേ. സോ 10x പ്ലസ് 70 സമം 100. ഓക്കെ, ഇനി മുകളിൽ എഴുതാണ് ബാക്കി. അപ്പോൾ 10x പ്ലസ് 70 സമം 100 എന്ന് കിട്ടും. അതായത് 10x മൈനസ് അല്ല പ്ലസ് ആയിരുന്നു. 10x പ്ലസ് 70 സമം 100 എന്നതിനെ നമ്മൾ ഈ 70-നെ അങ്ങോട്ട് കൊണ്ടുപോയി കൂടെ. 10x സമം 100 മൈനസ് 70 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 30. സോ 10x ഈക്വൽ ടു 30 ആണ്. x ഈക്വൽ ടു 30/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് 20 rupee നോട്ട്സ്, 20 രൂപയുടെ നോട്ട്സുകൾ എത്രയുണ്ട്? 3 എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് 10 rupee നോട്ട് എത്രയായിരിക്കും? നമ്പർ ഓഫ് 10 rupee നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാം 7 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിരുന്നു? 7-ൽ നിന്നും 3 പോയാൽ ബാക്കി ഉണ്ടാവുന്നത് 4. സോ നമുക്കിവിടെ എങ്ങനെയാണ് നോട്ട് കിട്ടിയിട്ടുള്ളത്? 20 rupee നോട്ട്സ് ഈക്വൽ ടു 3
Okay, number of 20 rupee note is equal to 3 and number of 10 rupee note is equal to 4. അല്ലേ, 20 രൂപയുടെ 3 നോട്ടുകളും 10 രൂപയുടെ 4 നോട്ടുകളുമാണ് ഉള്ളത് എന്ന് നമുക്കിവിടെ കിട്ടി. ഓക്കെ, സെറ്റല്ലേ? ഇനി അടുത്തത് ഇതിൽ നമ്മളോട് പറയുന്നത് യൂസ് ഓൺലി റൂളർ ആൻഡ് കോമ്പസ് ടു ഡ്രോ ആൻ ആംഗിൾ 135. നമ്മളിവിടെ നമ്മുടെ സ്കെയിലും കോമ്പസും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ നമുക്ക് എങ്ങനെയാണ് 135 എന്ന് ഒരു ആംഗിൾ വരയ്ക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഓക്കെ, അതായത് സ്കെയിലും കോമ്പസും മാത്രം ഉപയോഗിച്ചിട്ട് 135 ഡിഗ്രി വരയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് എന്താണ്, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഇരട്ടി എടുത്തിട്ട് നമുക്ക് വരച്ചാൽ മതി അല്ലേ. അപ്പോൾ 135 ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വഴി എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മുടെ സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ലൈന് വരയ്ക്കും. ഓക്കെ, ഇതെത്രയാണ്? ഇത് 180 ഡിഗ്രിയാണെന്ന് അറിയാത്തവരില്ലല്ലോ. ഈ ലൈന് നമുക്ക് വരയ്ക്കാനറിയാം. സ്കെയിലും ഒരു പെൻസിലും കിട്ടിയാൽ നമുക്കത് വരയ്ക്കാൻ പറ്റും. ഓക്കെ, സ്കെയിലും കോമ്പസും എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെൻസിലും കൂടെ എടുക്കണം കേട്ടോ. അത് പെൻസിൽ എടുക്കാൻ പറ്റില്ല എന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ലൈന് വരയ്ക്കുന്നു. ഇത് 180 ഡിഗ്രിയാണ്. ഇനി നമ്മൾക്ക് ഇങ്ങനെ ഒരു ലൈന് വരച്ചൂടെ? സോറി, ഇതിങ്ങനെയല്ല, ഇതാ 90 ഡിഗ്രിയിൽ. അതും നമുക്ക് എന്ത് ചെയ്യാം, നേരെ വരച്ചാൽ മതി. അതിന് നമുക്ക് പ്രൊട്രാക്ടറിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി ഇതിന് നമ്മൾ ബൈസെക്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെയുള്ള ഈ ഒരു 90 ഡിഗ്രിക്ക് ബൈസെക്റ്റ് കൊടുക്കുക. അത് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മളെങ്ങനെയാണ് ബൈസെക്റ്റ് കൊടുക്കുന്നത്? അതായത് ഈ 90 ഡിഗ്രിക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആംഗിൾ ബൈസെക്ടർ, അതായത് കോൺ സമഭാജി കൊടുക്കുന്നത്? നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്നിപ്പോൾ ഇങ്ങോട്ടാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ചെറിയൊരു മെഷർമെൻറ്റ് കൊടുക്കും അല്ലേ. അപ്പോൾ 2 സെൻറ്റിമീറ്റർ എന്ത് ചെയ്തു, ഞാൻ ഇങ്ങനെ രണ്ട് ഭാഗത്തോട്ടും ഒരു ചെറിയൊരു മെഷർമെൻറ്റ് 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ കൊടുക്കും. എന്നിട്ട് പിന്നെ ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇങ്ങോട്ടും ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇങ്ങോട്ടും ഞാൻ വരയ്ക്കും. ഓക്കെ, ഇപ്പോൾ ഇതെത്ര ഡിഗ്രിയാണ് എനിക്ക് കിട്ടിയത്? ഇതെത്രയുണ്ടാവും? അതായത് ടോട്ടൽ 90 ഡിഗ്രി ഉണ്ട്, അതിന് ഞാൻ 45 ഡിഗ്രി എന്ന് കൊടുത്തു അല്ലേ. 90യുടെ പകുതി 45 ആയിരിക്കും. ഇനി ഈ 180 ആയിരുന്നു ഇത് ടോട്ടലി ഉണ്ടായിരുന്നത് ആണല്ലോ. നമ്മളിപ്പോൾ ഇത് ടോട്ടലി 180 ആണ് ഉണ്ടായിരുന്നത്. ഈ 180യിൽ നിന്നും നമ്മുടെ ഈ 45 പോയാൽ ബാക്കി എത്രയാണ് നമുക്ക് കിട്ടുന്നത്? ബാക്കി നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 45 അല്ലേ. സോറി, 180യിൽ നിന്നും 45 പോയി 135 അല്ലേ കിട്ടുന്നത് അല്ലേ. അതായത് ഇതിൻ്റെ മീനിങ് എന്താണ്? ഇവിടുന്ന് ഇത്രയുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് 135 ആണ്. അപ്പോൾ അത് നമ്മളിവിടെ മെഷർ ചെയ്യാം. ആദ്യം നമ്മൾ 90 ഡിഗ്രിയിൽ ബൈസെക്റ്റ് കൊടുക്കുമ്പോൾ ഈ ഭാഗം മാത്രം നമുക്ക് 45 കിട്ടും. എന്നിട്ട് നമ്മൾ ഇത്രയും നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് 135 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ഇവിടെ ചെയ്ത് കാണിച്ചു കൊടുക്കണം കേട്ടോ. അതായത് ഇത്രയും കാര്യങ്ങൾ തന്നെ നല്ല വൃത്തിയിലൊന്ന് ചെയ്തിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം. ഓക്കെ, സെറ്റല്ലേ ഇത്? ഇനി അടുത്തത് 0.333. അത് നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. 0.333 അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് 3/9 എന്ന് പറയാം. പ്ലസ് 0.444 പോകുമ്പോൾ 4/9 എന്നും പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 7/9 ആണ് അല്ലേ. ഡിനോമിനേറ്റർ, അതായത് ഛേദങ്ങൾ തുല്യമാണെങ്കിൽ നമ്മുടെ ആൻസറിലും ഛേദം അത് തന്നെയായിരിക്കും. രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് 7/9 കിട്ടും. 0.7777 എങ്ങനെ പോകും? ഇനി ഇതേപോലെ 5 അല്ലേ, 5 ആവുമ്പോൾ 5/9 ആണ്. പ്ലസ് പിന്നെ അടുത്തത് വരുന്നത് ഏതാണ്? 2 ആണ് അല്ലേ. അപ്പോൾ 2/9 എന്ന് കിട്ടും. 7/9 ഇതേപോലെ തന്നെ 0.7777 അങ്ങനെ പോകുന്ന നമ്പറാണ്. ഇനി 0.333 എന്ന് പറയുമ്പോൾ എന്താണ്? 3/9 ആണ് ഇൻറ്റു 6/9 18/81 എന്ന് കിട്ടും. അതിന് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2/9 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2222 കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അല്ലേ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു കേട്ടോ ഇത്. വളരെ സിമ്പിളായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് നോക്കാം കേട്ടോ. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ ഇന്ന് ടൈം തരുന്നുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, നാളത്തേക്ക് അത് സെൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.